മനസ്സിലാക്കുന്നത്. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചി എളമക്കരയിൽ വീട്ടിലായിരുന്നു അന്ത്യം. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, ഏറെ വേദനയുള്ളൊരു വേർപാടാണ് ഇതെന്ന് പറയാതെ വയ്യ. കാരണം മോഹൻലാൽ എന്ന മഹാനടൻ, അദ്ദേഹത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും, അദ്ദേഹത്തിൻ്റെ ഇന്നോളമുള്ള അഭിനയ ജീവിതത്തിലാണെങ്കിലും സാധാരണ ജീവിതത്തിലാണെങ്കിലും ഒക്കെ അമ്മയുടെ സ്വാധീനം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞതാണ്. പല അഭിമുഖങ്ങളിലും മോഹൻലാൽ അത് തുറന്നു പറഞ്ഞതുമാണ്. അപ്പോൾ ഒരു വലിയ ദുഃഖം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ വേർപാട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മോഹൻലാൽ ഇപ്പോൾ എളമക്കരയിൽ വീട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രജിൻ, വലിയ ദുഃഖം നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ എളമക്കരയിലെ ശ്രീഗണേഷ് എന്ന വസതിയിലുള്ളത്. കാരണം മോഹൻലാൽ ഇവിടെയുണ്ട്. മോഹൻലാലിന്റെ അമ്മ ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഈ അന്ത്യം സംഭവിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മോഹൻലാലും അതോടൊപ്പം തന്നെ മോഹൻലാലിന്റെ ഭാര്യയും ഇപ്പോൾ ഈ എളമക്കരയിലെ വീട്ടിലുണ്ട്. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ മോഹൻലാലിന്റെ അമ്മ മോശം ആരോഗ്യത്തെ തുടർന്ന് ഇവിടെ തന്നെ വിശ്രമത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ മോഹൻലാലിന്റെ അമ്മയെ പരിചരിക്കാനായി ഒരാളും ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മോഹൻലാലിന്റെ സിനിമകളിലൊക്കെ തന്നെ നമ്മൾ എത്രത്തോളം മോഹൻലാലിനെ സ്നേഹിക്കുന്നുണ്ടോ, സമാനമായി തന്നെ മോഹൻലാലിന്റെ സിനിമകളിലൂടെ നമ്മൾ മോഹൻലാലിന്റെ എത്രത്തോളം സ്നേഹിച്ചോ അത്രത്തോളം നമ്മൾ മോഹൻലാലിന്റെ അമ്മയും മലയാളികൾ ഏറെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ആകെ തീരാ ദുഃഖമാണ് ഈ ഒരു വിയോഗം എന്ന് പറയാം. നിലവിലിപ്പോൾ സിനിമ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ മോഹൻലാലിന്റെ അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം സംസ്കാര ചടങ്ങ് നാളെ ആയിരിക്കും. തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും സംസ്കാര ചടങ്ങ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം മോഹൻലാലിന്റെ ജന്മനാട് പത്തനംതിട്ടയാണെങ്കിൽ പോലും ദീർഘനാൾ അദ്ദേഹം ജീവിച്ചത്, അദ്ദേഹത്തിന്റെ അമ്മയോടൊപ്പം അദ്ദേഹം ജീവിച്ചത് തിരുവനന്തപുരത്തെ മുഴുവൻ മുകളിലാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് വെച്ച് സംസ്കാര ചടങ്ങ് നടത്തുമെന്നാണ് മോഹൻലാലുമായി ബന്ധപ്പെട്ട അടുപ്പക്കാർ ഇപ്പോൾ ഇവിടെ വെച്ച് പറഞ്ഞിരിക്കുന്നത്. അത് അല്പസമയത്തിന് ഒരു സ്ഥിരീകരണം വരും. എന്തായാലും സിനിമാ രാഷ്ട്രീയ രംഗത്തെ ആളുകളൊക്കെ തന്നെ ഈ ഒരു നിമിഷം മോഹൻലാലിന്റെ ശ്രീഗണേഷ് എന്ന എളമക്കരയിലെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 90 വയസ്സാണ് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിക്ക്. കൊച്ചി എളമക്കരയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. അതോടൊപ്പം തന്നെ സംസ്കാര ചടങ്ങ് നാളെ എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഏറെ നാളായിട്ട്. അതോടൊപ്പം തന്നെ ഈ ശാന്തകുമാരിയുടെ 89ാം പിറന്നാൾ ദിവസം എളമക്കരയിലെ വീട്ടിൽ വെച്ച് വലിയ ആഘോഷം നടത്തിയിരുന്നു. അമ്മയ്ക്കൊപ്പം പുരസ്കാരം പങ്കുവയ്ക്കാൻ കഴിയുന്നതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ള കാര്യം മോഹൻലാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അന്ന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടി മോഹൻലാൽ ഒരു നേട്ടത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴും തന്റെ ഈ സിനിമാ യാത്രയിൽ തനിക്ക് ഏറെ പിന്തുണ നൽകിയ അമ്മയെക്കുറിച്ച് എപ്പോഴും അദ്ദേഹം വാദോരാതെ സംസാരിച്ചിരുന്നു. മാത്രമല്ല പല അഭിമുഖങ്ങളിലും മോഹൻലാൽ തന്റെ ഈ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ചുരുക്കം ചില വാക്കുകൾ ഒതുങ്ങുമ്പോഴും അമ്മയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വളരെ വൈകാരികമായിട്ടാണ് മോഹൻലാൽ എപ്പോഴും സംസാരിച്ചിരുന്നത്. കാരണം തന്റെ സിനിമ നേട്ടത്തിനൊക്കെ തന്നെ പിന്തുണ നൽകിയതും അതോടൊപ്പം തന്നെ ഏറെ സന്തോഷമുള്ളത് ഈ അമ്മ ഒപ്പമുള്ളത് എന്നാണ് മോഹൻലാൽ ഒക്കെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയപ്പോൾ മോഹൻലാൽ അന്ന് പറഞ്ഞത് തന്റെ ഈ നേട്ടം കാണാൻ അമ്മ ഒപ്പമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അമ്മയ്ക്കൊപ്പം ഈ ഒരു നിമിഷം പങ്കുവെക്കാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്നായിരുന്നു ഈ വീട്ടുമുറ്റത്ത് വെച്ച് അന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചത്. നമ്മളൊക്കെ തന്നെ പലപ്പോഴും മോഹൻലാലിനോട് അന്ന് പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. പകരം ഈ വീട്ടിൽ വെച്ച് ഈ സന്തോഷം അത് അമ്മയോടൊപ്പം പങ്കുവെച്ച് അതിനുശേഷമാണ് പിന്നീട് മോഹൻലാൽ വിശദമായി തന്നെ ഒരു പ്രതികരണം നൽകിയിരുന്നത്. എന്തായാലും ലോകത്തെവിടെയാണെങ്കിലും അമ്മയുമായി മോഹൻലാൽ എപ്പോഴും സംസാരിക്കുമായിരുന്നു. മാത്രമല്ല പണ്ടൊരു മാതൃദിനത്തിൽ മോഹൻലാൽ ബ്ലോഗിൽ ഈ ഒരു കാര്യം ഈ ഒരു വാക്കുകൾ കുറിച്ചിട്ടിരുന്നു. ഒപ്പം തന്നെ ലോകത്തെ ഏത് കോണിലായാലും മോഹൻലാൽ തന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ ഇവിടേക്ക് വരുമായിരുന്നു. കഴിഞ്ഞ വർഷം ആ ഒരു പിറന്നാൾ ആഘോഷം വലിയ തരത്തിലുള്ള ആഘോഷമായി അദ്ദേഹത്തിന്റെ കുടുംബക്കാരും മറ്റടുത്ത സുഹൃത്തുക്കൾക്കുമായി ചേർന്ന് വലിയൊരു ആഘോഷമായി തന്നെ അദ്ദേഹം കൊണ്ടാടിയിരുന്നു. അന്നൊക്കെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു, ഒരു ഫോട്ടോ കണ്ടിരുന്നു. ഒരു വട്ടപ്പൊട്ട് തൊട്ട് വീൽ ചെയറിൽ മോഹൻലാലിന്റെ അമ്മയോടൊപ്പം മോഹൻലാൽ പങ്കുവച്ച ചിത്രം അത് വലിയ തരത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. ആളുകളൊക്കെ തന്നെ വലിയ സ്വീകാര്യത നേടിയിരുന്നു ആ ചിത്രത്തിന്. അങ്ങനെ ആരാധകരൊക്കെ തന്നെ വലിയ സന്തോഷം നൽകിയ ഒരു ചിത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ അന്തരിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 1.5 കൂടിയാണ് ഈ വിയോഗം സംഭവിച്ചെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സംസ്കാര ചടങ്ങ് നാളെയായിരിക്കും. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിന് തന്നെ വ്യക്തമാകും. തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും സംസ്കാര ചടങ്ങെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ, സിനിമാ രംഗത്തെ സുഹൃത്തുക്കൾ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ എളമക്കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ നിതിൻ അംബുജനാണ് എളമക്കരയിലെ മോഹൻലാലിന്റെ വസതിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ആ വസതിയിൽ വെച്ചാണ് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ അന്ത്യം സംഭവിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.